എല്ലാവരുടെയും സ്വപ്നമായിരിക്കും ഒരു കാറ് വാങ്ങണം എന്നുള്ളത്, അല്ലേ? സ്വന്തമായിട്ടൊരു കാറ് വാങ്ങുക എന്നുള്ള എല്ലാവരും സ്വപ്നമായിരിക്കും. അതേപോലെ എനിക്കും ഉണ്ടൊരു സ്വപ്നം. എൻ്റെ സ്വപ്നം പുതിയ ഭയങ്കര ലക്ഷറി കാറ് വാങ്ങാമെന്നല്ല കേട്ടോ. എനിക്കൊരു വിൻറ്റേജ്, ഒരു പഴയ മോഡൽ കാറുകളിനോട് ഭയങ്കര ഒരു മുഹബത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. പഴയ മോഡൽ കാറുകളോട് കേട്ടോ. അതുപോലെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന വഴിയിൽ ഒരു കാറുണ്ട്. എനിക്ക് അതിനോടും ഭയങ്കര മുഹബത്തായിരുന്നു, ഭയങ്കര ഇഷ്ടവും. ആ വണ്ടി കാണാനായിട്ട് ഞാൻ ആ റൂട്ടിൽ കൂടെ പോകും. അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി എനിക്ക് എത്രത്തോളം ആ വണ്ടിനോട് താല്പര്യമുണ്ട് എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ ഒരുപാട് കാലമായിട്ട് ഞാൻ അതിനു വേണ്ടി പ്രയത്നിക്കുന്നുണ്ട്. പക്ഷേ അറിയാലോ, ഫണ്ട്, ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, അങ്ങനെ വാങ്ങാൻ പറ്റിയില്ല. അങ്ങനെ യൂട്യൂബ് ചാനലിൻ്റെ വരുമാനം കൊണ്ട് ഞാൻ ഇന്നലെ ആ വണ്ടി ഞാൻ വാങ്ങി. അപ്പോൾ ഒരുപാട് കാലമായിട്ടുള്ള ആഗ്രഹമാണ്, ഒരുപാട് കാലമായിട്ട്. കാരണം വിൻറ്റേജ് വണ്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇംഗ്ലീഷ് പടത്തിലുള്ള വിൻ ഡീസലിൻ്റെ ആ ഫ്രണ്ട് അത്യാവശ്യം നീളമൊക്കെ ഉള്ള വണ്ടിയില്ലേ, ചവർലെൻ്റെ എന്ന് തോന്നുന്നു, എൻ്റെ ഫോർഡിൻ്റെ എന്ന് തോന്നുന്നു. എൻ്റെ ഇഷ്ടം ചവർലെറ്റിൻ്റെ ഭയങ്കര ഭയങ്കര നീളമൊക്കെ ഉള്ള 2 ഡോറുള്ള ആ വണ്ടിനോട് എനിക്ക് പ്രേമം. അപ്പോൾ അങ്ങനെ ഒരുപാട് കാലത്തെ എൻ്റെ ആഗ്രഹം സഫലമായത് യൂട്യൂബിലൂടെയാണ്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റും, നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും വേണ്ടിയിട്ട് ഇങ്ങനെ കഷ്ടപ്പെടണം. നിങ്ങൾ പ്രയത്നിക്കണം, ഇനിയും കഷ്ടപ്പെടണം. ഇനിയും ഇതേപോലെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. എല്ലാവരും കഷ്ടപ്പെടണം. മറ്റുള്ളവർ പിന്നെ ഈ ഷോർട്ട് കട്ട് വഴിയിലൂടെയൊക്കെ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയൊക്കെ ഉണ്ടാക്കുന്ന കുറേ ആൾക്കാരിങ്ങനെ നിങ്ങൾക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വിളിക്കും. അതൊന്നല്ല, നല്ല കണ്ടൻ്റ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടൻറ്റ് ക്ലിക്കായി കഴിഞ്ഞാൽ അതങ്ങ് കയറിപ്പോവും. അപ്പോൾ അതിന് ആ ഒരൊറ്റ ഒരു വീഡിയോ ക്ലിക്കായാൽ മതി, വൈറലായാൽ മതി, നിങ്ങൾ രക്ഷപ്പെടും. അപ്പോൾ ഞാൻ വാങ്ങിച്ച വണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്ന വണ്ടിയാണ്. നല്ല പെയിൻറ്റ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയായിരുന്നു. ഞാൻ നിങ്ങൾക്ക് എൻ്റെ വണ്ടി പരിചയപ്പെടുത്താം. ഇതാണ് ഞാൻ പറഞ്ഞ വണ്ടി. അത്യാവശ്യം നല്ല പെയിൻറ്റ് ക്വാളിറ്റി, ഒറിജിനൽ പെയിൻ്റ് ആണ്. ടയറിൽ 80% ഉണ്ട്. എൻജിൻ കണ്ടീഷൻ പക്ക. അപ്പോൾ വണ്ടി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നല്ല ഫിനിഷിംഗ് ഒക്കെ ഉള്ള വണ്ടിയാണ്. ഒരു ബോഡി ഡാമേജും കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് ഞാൻ ആഗ്രഹിച്ച് വാങ്ങിയ വണ്ടി. അപ്പോൾ ഇതിൻ്റെ ഒരു മൈലേജ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളിതിങ്ങനെ ചെറുതായിട്ട് വലിച്ചു വിട്ടാൽ കുറച്ചേ കിട്ടുള്ളൂ. നല്ല ശക്തിയായിട്ട് വലിച്ചു വിട്ടാൽ നല്ല മൈലേജും പവറും കിട്ടും. അപ്പോൾ വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് ഇനി ഒരു പീസും കൂടെ ലുലുവിലുണ്ട് ഇതിൻ്റെ